Good afternoon. Good evening, ma'am. Oh, sorry. Good evening. Good evening കേട്ടോ. Sorry കേട്ടോ. ഉച്ചക്കലത്തെ ക്ലാസ് മറന്നു. അത് റിപ്പീറ്റ് ചെയ്തതാണ്. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. ഓക്കെ. എല്ലാവരും വരാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണോ? ഓക്കെ ആണോ? പാക്കൊക്കെ ചെയ്തോ? അതിന് പെരുന്നാൾ വരുന്നില്ലേ? സബീക്ക വന്നോ? വരുന്നുണ്ട് മാം. വരുന്നുണ്ട്. എത്തിയിട്ടില്ല. നാളെ മോർണിംഗിലൊരു 4 o'clock AM സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതെയോ? ഓക്കെ ഓക്കെ. അധികം ദൂരെ നിന്ന് ആരെങ്കിലും ഉണ്ടോ? അധികം ദൂരെ സബീക്കയാണ് ദൂരെ നിന്ന് വരുന്നത് അല്ലേ? മുബീന എവിടെയാ സ്ഥലം? മുബീന ഞാന് പാലക്കാട് ഡിസ്ട്രിക്റ്റാണ്, ചെർപ്പളശ്ശേരി. ചെർപ്പളശ്ശേരി. ഓക്കെ. അപ്പൊ മോർണിംഗ് പുറപ്പെടും. അതെ. ഓക്കെ. നാളെ നേരിട്ട് കാണാം. ഓക്കെ. അപ്പോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കൾച്ചറൽ ഏരിയ? എങ്ങനെയുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്? നോക്കിയോ അതിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ നോക്കിയായിരുന്നോ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 14 ടെൻഡൻസീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ടെൻഡൻസികളൊക്കെ ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ബിഹേവിയർ ഉണ്ടാകുന്നത്. അത് കൾച്ചറിനെ സ്വാധീനിക്കുന്നുണ്ട്, കുട്ടികളിലെ കൾച്ചറിനെ സ്വാധീനിക്കുന്നു. പരസ്പരം ഇത് ഡിപ്പെൻഡബിൾ ആണ്. ഈ ടെൻഡൻസീസ് ഒക്കെ എന്താണ്? പരസ്പരം ഡിപ്പെൻഡബിൾ ആണ്. അപ്പൊ മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ കൾച്ചറൽ ഏരിയ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഫറെന്റ് സബ്ജക്റ്റുകളിലൂടെയാണ്. എന്തൊക്കെയാണ് സബ്ജക്ട്സ്? ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ദെൻ ആർട്സ് ആൻഡ് മ്യൂസിക് ഉണ്ട്. ഈ സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടോ? യെസ് മാം. ഇതൊക്കെ നമ്മുടെ കൾച്ചറൽ ഏരിയ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളാണ്, അതുമായിട്ട് കണക്ട് ആവുന്ന സബ്ജക്റ്റുകളാണ്. ദെൻ താഴെയുള്ള പാരാഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് പറയാൻ മാത്രമല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക മാത്രമാണ് കേട്ടോ. എന്താണ് കൾച്ചറിന്റെ പ്രാധാന്യം എന്നാണ് അവിടെ പറയുന്നത്. അത് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. ഓക്കെ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ഏരിയ ഞാൻ പറഞ്ഞു തന്നിട്ട് ഇന്നത്തെ കൂടി ക്ലാസ് വൈൻഡപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്കിത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് എടുത്ത് അതിന്റെ ഉൾഭാഗം ഒന്ന് നോക്കിയേ. നിങ്ങള് മനസ്സിലാവാൻ നിങ്ങളുടെ ഒരു PDF ഉണ്ടോ? കയ്യിലുണ്ടോ? കയ്യില് PDF ഉണ്ടോ? പ്രിന്റ് ഉണ്ടോ? ഉണ്ട്. എത്ര പേർക്കില്ല? ആർക്കൊക്കെയാണ് ഉള്ളത്? എന്റെ കയ്യിലില്ല. ഇല്ല. ഓക്കെ. അപ്പൊ മനീജയുടെ കയ്യിലില്ല? ഇല്ല, എടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത്ര ഇമ്പോർട്ടന്റ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമുക്കറിയാം കൾച്ചറൽ ഏരിയ, അതായത് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും. നോൺ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും അതിനെക്കുറിച്ച് കുട്ടികളെ കൂടുതൽ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോവാ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ടേബിളൊക്കെ ജസ്റ്റ് വായിച്ചു മാത്രം പോയാൽ മതി കേട്ടോ. കൾച്ചറൽ സബ്ജക്ട്സ് ഇൻ ദ ക്ലാസ് റൂം അതൊക്കെ വായിച്ചു പോവുക. നേച്ചർ ടേബിൾ നമുക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ പറയുവാണെങ്കിൽ നമുക്ക് നേച്ചർ ടേബിൾ എന്ത് ചെയ്യാം. നമുക്ക് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് നേച്ചർ ടേബിളിൻ്റെത് കേട്ടോ. അതൊന്ന് റീഡ് ചെയ്യുക കേട്ടോ. അപ്പൊ ജസ്റ്റ് അതൊന്ന് വായിച്ചു മാത്രം പോവുക കേട്ടോ. നമുക്ക് പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൈൻഡിലൊന്ന് റീഡ് ചെയ്യുക നേച്ചർ ടേബിൾ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്തോ? ഓക്കെ, എന്താ ഭാവന ഇതിനകത്ത് പറയുന്നത്? എന്താ ഭാവന? നേച്ചർ ടേബിള്, ഡീറ്റെയിൽസ് ഓഫ് പ്രസന്റേഷൻ. വായിച്ചിട്ട് മനസ്സിലായോ ഭാവനയ്ക്ക്? നിങ്ങൾ തന്നെ പറയേണ്ടതായിട്ട് ഇതൊക്കെ പ്രാക്ടിക്കൽസ് ആണ്, ആക്ടിവിറ്റി ഒക്കെ. പറയുന്നില്ല? സബീക്ക് ക്ലിയർ ആയോ വായിച്ചിട്ട്? മാം ഞാൻ ഇപ്പൊ നോക്കുന്നേ ഉള്ളൂ. നോക്കുന്നുള്ളൂ? ആരും വായിച്ചിട്ടില്ലേ അപ്പൊ? ഞാൻ ഒന്ന് പുറത്തു പോയി, അതാണ് ഓക്കെ, പുറത്തു പോയി അല്ലേ? അതായത് ഇതിനകത്ത് പറയുന്നത് നമ്മള് കുട്ടികൾക്ക് കൂടുതലും നമ്മുടെ ചുറ്റുപാട് സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കുട്ടിയെ, കുറച്ച് പിക്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കുട്ടിയെ കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എങ്ങനെയാണ്? ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു മേശ ജനലിന് സമീപം വെക്കുക എന്ന് പറയുന്നുണ്ട്. വിൻഡോയ്ക്ക് സമീപം വെക്കുക. മേശപ്പുറത്തായിട്ട് പലതരത്തിലുള്ള ഒബ്ജക്ട്സ് നമുക്ക് വെക്കാം. എന്തൊക്കെയാ വെക്കണ്ടേ? നമുക്ക് പ്ലാന്റ്സ് വെക്കാം, ഫ്രൂട്ട്സ് വെക്കാം, അതുപോലെ ഫ്ലവേഴ്സ് വെക്കാം, ഡൊമസ്റ്റിക് ആനിമൽസ്, നെസ്റ്റ് ലീഫ്, അതുപോലെ ഫെതേഴ്സ്, ഷെൽസ്, ട്രീ ബാർക്ക്. ട്രീ ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീ ബാർക്ക്. ഫെതേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൂവലുകള് അല്ലെ? പിന്നെ ഷെല്ലുകള്, നെസ്റ്റിന്റെ ലീഫുകള്, അതുപോലെ തന്നെ ട്രീ ബാർക്ക് പുറം തൊലികള്, അതായത് ഇലയുടെയൊക്കെ പുറം, ഈ എന്താ പറയാ, മരത്തിന്റെ ഒക്കെ വുഡൻ പീസ് ആയിട്ടുള്ള പുറം തൊലി ഇല്ലേ, അതാണ് ഈ പറയുന്നേ. ഇത്തരത്തിലുള്ള കാര്യങ്ങള് നിരത്തി വെച്ചിട്ട് കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഒബ്ജക്ട്സിനും എന്ത് ചെയ്യാം? കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതായത് നേച്ചറുമായിട്ട് അവർ കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ട് നേച്ചറിലുള്ള കാര്യങ്ങള് കുട്ടികളെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇതുവഴി കുട്ടികൾക്ക് വിശദമായിട്ട് പ്ലാന്റ്സിനെ ആയാലും ഫ്ലവേഴ്സിനെ ആയാലും സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതായത് നിരീക്ഷിക്കാനും അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. ഇപ്പൊ ഓരോ സാധനങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ, ഇപ്പൊ നമ്മളൊരു ഉദാഹരണം, ഒരു ഫ്ലവർ കാണിച്ചു കൊടുത്തു. അപ്പൊ കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണിത്? എന്താണ് ഇതിന്റെ പേര്? എവിടെ നിന്നാണ് ഇത് വന്നത്? പൂ എവിടെ നിന്നാണ് വന്നത്? എന്താണ് ഇതിന്റെ കളറ്? അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? കുട്ടികളെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഐ ഗ്ലാസ് അവിടെ വെച്ചിട്ടുണ്ടാകും. കുട്ടികൾക്ക് അതിലൂടെ സൂക്ഷ്മമായിട്ട് അതിനെ നിരീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒരു ലെൻസ് പോലെ, ഒരു ഭൂതക്കണ്ണാടി എന്ന് പറയും നമ്മള്, അതവിടെ വെച്ചിട്ടുണ്ടാകും. അതിലൂടെയാണ് കുട്ടികൾ എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുക. അപ്പോ
പിന്നെ അതുപോലെ തന്നെ ഈ വസ്തുക്കൾ ഓരോന്നിനെയും ഇവിടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഓരോ ഒബ്ജക്റ്റിനെയും എങ്ങനെയാണ് പിടിക്കേണ്ടത്, അതിനെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി അതുപോലെ തന്നെ ഒരു കുട്ടി ഇത് ചെയ്തു കഴിഞ്ഞാല് മറ്റു കുട്ടികൾക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം എനിക്ക് അത് സാരില്ല കുഴപ്പമില്ല ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു കുട്ടി ചെയ്തു കഴിഞ്ഞാല് മറ്റു കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഇത് കാണിച്ചു കൊടുക്കുക വേണം. ഓക്കെ, ടീച്ചർ എന്ത് ചെയ്യണം, അപ്പൊ നിങ്ങളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റി ഉണ്ടോന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. നമ്മൾ ചെയ്യുന്നത് വേറെ പല ആക്ടിവിറ്റീസുകൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതിനകത്ത് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്ക് അതായത് നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് കൂടുതൽ കുട്ടികൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഒരു കുട്ടി ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ, ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാല് മറ്റ് കുട്ടികള് അവതരിപ്പിക്കാനായിട്ട്, അതായത് മറ്റു കുട്ടികൾ നമ്മൾ പ്രസന്റ് ചെയ്യാൻ വിളിക്കുമ്പോൾ മുമ്പ് എങ്ങനെയാണോ ആ ടേബിളിന്റെ മീതെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ആയിരിക്കാം വീണ്ടും നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. നമ്മള് സ്പൂണിങ് പോറിങ് ഒക്കെ പഠിച്ചാണ് നമ്മളൊരു സാധനം എടുത്തു കഴിഞ്ഞാല് അതെന്ത് ചെയ്യണം, അതേ പ്ലേസിൽ തന്നെ കൊണ്ടുവയ്ക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മളിപ്പോ ഒരു പൂവ് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ചെടി കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു തൂവല് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതിലൂടെ, കുട്ടി അത് തിരിച്ചറിയുന്നതിലൂടെ കുട്ടിക്ക് പല കാര്യങ്ങളും നേടാനായിട്ട് സാധിക്കും. കുറേയധികം കാര്യങ്ങളുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? കുട്ടികളില് എൻവയോൺമെന്റിനെ കുറിച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു, കൂടുതൽ അവയർനെസ് ഉണ്ടാകുന്നു. നമ്മുടെ എൻവയോൺമെന്റിൽ പ്ലാന്റ്സ് ഉണ്ടാകണം, ഫ്ലവേഴ്സ് ഉണ്ടാകണം, മറ്റ് ജീവജാലങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് കുട്ടിക്ക് ഒരു തോന്നൽ അവിടെ വരെയാണ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികള് അവരുടെ സറൗണ്ടിങ്സ് നിരീക്ഷിക്കാനായിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പിന്നെ അവരുടെ വേർഡുകൾ, ഓരോ കുട്ടിയത് ഫ്ലവർ, പ്ലാന്റ്, അതുപോലെ തന്നെ നെസ്റ്റ് ലീഫ്, ഷെൽസ്, ഇങ്ങനെയുള്ള ഓരോ വേർഡ്സ് പറയുന്നതിലൂടെ കുട്ടിയുടെ വെക്കാബുലറി ഇംപ്രൂവ് ആകുന്നു. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നേച്ചർ ടേബിളിലെ പ്രത്യേക പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ വെക്കാനായിട്ട് സാധിക്കും, മെറ്റീരിയൽസ്. അതിലൂടെ കുട്ടികൾക്ക് കുട്ടികളുടെ സറൗണ്ടിങ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനും സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മള് ഈ നേച്ചർ ടേബിൾ എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ 2 or 3 പ്രാവശ്യമെങ്കിലും ഇതിങ്ങനെ ചെയ്യണം. കുട്ടികളെ കൊണ്ട് ഈ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കണം എന്നാണ് പറയുന്നത്. ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ടായിരിക്കണം, ക്ലീൻ ആയിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. നമ്മൾ ഇതിലൂടെ കൂടുതലും പ്ലാന്റ്സ്, എന്താ പറയാ, പ്ലാന്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ആനിമൽസിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നേച്ചർ ടേബിളിലൂടെ പഠിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കുറെ അധികം ലിവിങ് തിങ്സ് ഉണ്ട്. പെറ്റ്സ്, ഗോൾഡ് ഫിഷ്, ഹാംസ്റ്റേഴ്സ്, റാബിറ്റ്സ്, ഗിനി പിഗ്സ്. അപ്പൊ അത്തരത്തിലുള്ള എന്താ പറയാ, ആനിമൽസ്, അതിനെ കുറിച്ച്, ലിവിങ് തിങ്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരവരുടെ ചുറ്റുപാടും അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്സിൽ എന്തൊക്കെ ജീവികളാണ് ഉണ്ടാവുകയെന്ന് അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു കൾച്ചറൽ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലും ഇതിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് കേട്ടോ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? മനസ്സിലായോ? പിന്നെ നമുക്ക് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളില് നമ്മൾക്ക് മാമൽസ്, ബേർഡ്സ്, ഫിഷ്, ആംബ്ലിഫിയൻസ്, റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ്, മത്സ്യൂക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഓരോ കാറ്റഗറി, അതായത് മാമൽസിൽ വരുന്നത് ഏതൊക്കെയാണ്, ബേർഡ്സില്, ഫിഷില്, ഇങ്ങനെ നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഓരോ കാറ്റഗറിക്കും ഓരോ കാർഡ്, ഒരു എന്താ പറയാ, കളർ കാർഡുകൾ കൊടുക്കും. കളർ കാർഡുകൾ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ മാമൽസ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട്, അതായത് മാമൽസ് ഡോഗ്, കാറ്റ്, റാറ്റ്, റാബിറ്റ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് റെഡ് കാർഡില് എന്ത് ചെയ്യാൻ പറ്റും, വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതിന്റെ പിക്ചർ ഒട്ടിക്കാം. എന്നിട്ട് ഇത് വരുന്നത് റെഡ് കാർഡിലാണ്, അല്ലെങ്കിൽ ഇതൊരു കാറ്റഗറിയാണ്, മാമൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് നമുക്ക് കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോ ഇപ്പോ റെഡ് കാർഡുകളുള്ള സംഭവങ്ങൾ, ആ ഒരു കാർഡ്സ് കുട്ടികൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഡിഫറെന്റ് ആയിട്ട് ഡോഗിന്റെ പിക്ചർ ഉണ്ടാവാം, അല്ലെങ്കിൽ ക്യാറ്റിന്റെ പിക്ചർ ഉണ്ടാവാം, റാറ്റിന്റെ ഉണ്ടാവാം, റാബിറ്റിന്റെ ഉണ്ടാവാം. അതങ്ങനെ കുട്ടി എടുത്തിട്ട് അത് ഗ്രൂപ്പ് ആക്കുന്നു. അതുപോലെ തന്നെ ബേർഡ്സിന്റെ എടുക്കുകയാണെങ്കിൽ ബ്ലൂ കാർഡാണ്, ലൈറ്റ് ബ്ലൂ കാർഡാണ് ബേർഡ്സിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പൊ അവലുണ്ട്, പാരറ്റ് ഉണ്ട്, ചിക്കൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ഒന്നില്ലെങ്കിൽ പിക്ചർ ആയിട്ട് ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ പടങ്ങളായിട്ട് വരയ്ക്കാം. വരച്ചതിന് ശേഷം അതിനെ കുട്ടിക്ക് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് കൊടുക്കണം. അപ്പൊ കുട്ടി പെട്ടെന്ന് എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യുന്നതാണ് കേട്ടോ. അത്തരത്തില് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്ന സംഭവം ഓരോ കാർഡുകളായിട്ട് കുട്ടിയെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ അത് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് പ്രസന്റേഷൻ ആണ്. എങ്ങനെയാണ് കുട്ടിക്ക് നമ്മള് ഓരോ ഇപ്പൊ ഒരു ഡോഗിന്റെ പടം കാണിച്ചു, ഉദാഹരണത്തിന് റെഡ് കാർഡ് ആണ് ഇപ്പൊ കുട്ടിക്ക് കൊടുക്കുന്നത്, അതിനകത്ത് ഡോഗ് ആണെന്ന് വിചാരിക്കുക. കുട്ടിയോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇത് എന്താണ്, ഇതിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി ഡോഗ് എന്ന് പറയുകയാണ്. ഇത് ഏതിലാണ്, ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്, കുട്ടി ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നുണ്ട്. അതുപോലെ ഇത് എവിടെ നിന്നാണ് വരുന്നത്, ദെൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇതിനോടനുബന്ധിച്ച് കണക്റ്റഡ് ആയിട്ട് നമുക്ക് കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടി അതിന് ഉത്തരം പറയുന്നത്. അപ്പൊ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് കിട്ടും, കുട്ടി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും. പിന്നെ ഒരു പ്രാവശ്യം മാത്രം കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ മതിയാവും അല്ലെ. നമ്മൾ പിക്ചർ കാണിക്കുന്നതിലൂടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുട്ടി അത് ഒരിക്കലും മറക്കില്ല. ഇത്തരത്തിൽ കുട്ടിയെ പഠിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ അത്തരത്തില് നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഇതാണ് ഇതിനകത്ത് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി. 2-3 ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ കൺട്രോൾ ഓഫ് എറർ, എന്തൊക്കെയാണ് എയിംസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാർഡ്സ് കൊടുക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് തിരിച്ചറിയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് കേട്ടോ. ഇതൊക്കെ വായിച്ചു നോക്കിയാൽ മതിയാവും. നെക്സ്റ്റ് നോക്കിയേ, എന്തിന്റെ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പിക്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ഇതാണ് നമുക്കൊരു ഇമ്പോർട്ടന്റ് ഭാഗമായിട്ട് ഇതിനകത്ത് വരുന്നത്. ഇതിന്റെ പിക്ചർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ, ആരുടെ അടുത്തെങ്കിലും ഉണ്ടോ സെപ്പറേറ്റ് ആയിട്ട് പിക്ചർ ഉണ്ടോ? എലിഫന്റിന്റെ പിക്ചർ ആണോ വേണ്ടത്? അതെ, ഉണ്ടോ, സെപ്പറേറ്റ് ആയിട്ടുണ്ടോ? ഏതെങ്കിലും വെട്ടി എടുക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടാവും അല്ലെ. വരയ്ക്കാൻ അറിയോ നിങ്ങൾക്ക്? പിക്ചർ വരയ്ക്കാൻ അറിയോ എലിഫന്റിന്റെ? എത്ര പേർക്ക് അറിയാം? എത്ര പേർക്ക് വരക്കാൻ പറ്റും? ട്രൈ ചെയ്യാം മാം. എല്ലാരും ട്രൈ ചെയ്യോ? ട്രൈ ചെയ്യാം മാം. നോക്കാം അല്ലെ നമുക്ക്. ഓക്കെ, അപ്പൊ ഒരു പിക്ചർ ഇപ്പൊ കൊടുക്കാണ് കുട്ടിക്ക്, എലിഫന്റിന്റെ ഒരു പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞേ, മൂബീനൊന്ന് പറഞ്ഞേ, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കും ഒരു പിക്ചർ കൊടുത്തു കഴിഞ്ഞാല്? പിക്ചർ കൊടുത്താല് അതിന്റെ കളർ ആദ്യം, സൈസ് ബിഗ് ആണോ സ്മോൾ ആണോ, അതുപോലെ ഓരോ പാർട്ടിന്റെ ഷേപ്പ്, ലെഗ്സ് എങ്ങനെയാണ്, അതിന്റെ ഐസ് എങ്ങനെയാണ്, ട്രങ്ക് എങ്ങനെയാണ്, അത് മനസ്സിലാക്കും. ആദ്യം പേര് പറയാന്, അതുപോലെ അതിന്റെ സൗണ്ട് എങ്ങനെയാണെന്ന്, പിന്നെ ഇപ്പൊ പിക്ചർ അല്ലാണ്ട് കുട്ടികളുടെ ഇങ്ങനെ ഉണ്ടാവില്ലേ, ആനിമൽസിന്റെ ഒരു ഷേപ്സ് ഉണ്ടാവില്ലേ, അങ്ങനെ അത് തൊട്ടിട്ട് മനസ്സിലാക്കുമ്പോ കുട്ടികൾക്ക് അതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട്. അങ്ങനെയല്ലേ, അതല്ല വേണ്ടത്? എന്തൊക്കെയാണ് കുട്ടികൾക്ക് പിക്ചർ കാണിച്ചു കൊടുത്താല് അവര് പറയാന്നുള്ളതല്ലേ? അതെ അതെ. പിന്നെ അതുപോലെ അത് എവിടെ കാണുന്നത്, വൈൽഡ് ആനിമൽസ് ആണോ ഡൊമസ്റ്റിക്, അത് പറയും. അനിമൽസ് ആണെങ്കിൽ അനിമൽസ്, ബേർഡ്സ് ആണെങ്കിൽ ബേർഡ്സ്, അങ്ങനെ. പിന്നെ അവര് ഇപ്പം
അത്രയും അത്രയും കിട്ടുന്നുള്ളൂ. ഇനി വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? മാം, ജിക്സോ പസിൽ പോലെ കൊടുത്ത ഈ പിക്ചർ കണ്ടിട്ട് അവര് അതുപോലെ പാർട്സ്, നമ്മുടെ ജിക്സോ പസിൽ ഉണ്ടല്ലോ, ആ. ഓരോ പാർട്സ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക നമ്മള്, ഒരു ആനിമലിന്റെ ഷേപ്പ് വരുന്നവര്. അപ്പൊ അങ്ങനെയും ചെയ്യിക്കാൻ പറ്റും. ഈ പാർട്സ് കണ്ടാല് ഏത് എവിടെ വരും എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഐഡിയ കിട്ടും. ടെയിൽ എവിടെയാണ്, ട്രങ്ക് എവിടെയാണ്, ടസ്ക് എവിടെയാണ് എന്നൊക്കെ അറിയാൻ പറ്റും. ഇയേഴ്സ്, ലെഗ്സ്. അതൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഡിഫറെന്റ് പാർട്സുകൾ അറിയാനായിട്ട് സാധിക്കും അല്ലേ? ഓക്കെ, നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ, ഏതൊക്കെ ഭാഗത്തായിട്ടാണ് വരുന്നത്, എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത്? എലിഫന്റിന്റെ ഏതൊക്കെ ബോഡി പാർട്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, അറിയാമോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ബോഡി എലിഫന്റ് ആണ് മൊത്തത്തിലുള്ള പിക്ചർ. സെക്കൻഡ് പാർട്ട് ബോഡിയാണ്. തേർഡ് ഹൂപ്സ് ആണ്. ഹൂപ്സ് എന്ന് പറയുന്നത് ആ കാലിന്റെ അവിടെ വരുന്ന ആ ഏരിയ ആണ് പറയുന്നത്. കുളമ്പ് എന്ന് പറയും നമ്മള്, കുളമ്പ് എന്ന് പറയും. കുതിരയുടെ ഒക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ എലിഫന്റിനും ഉണ്ട്, അതാണ് ഹൂപ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇയേഴ്സ്, ചെവി ഭാഗം, ടെയില്, വാല്, ടസ്ക്. ടസ്ക് എന്ന് പറയണത് തൊണ്ട, കൊമ്പ്, ട്രങ്ക്, തുമ്പാണോ? ട്രങ്ക്, തുമ്പിക്കൈ, ട്രങ്ക് എന്ന് പറയുന്നത് കേട്ടോ. തുമ്പിക്കൈ, പിന്നെ ലെഗ്സ്, കാല്. ലെഗ്സ്, കാലുകൾ. ഓക്കെ. ഇതൊന്ന് വരയ്ക്കാൻ പറ്റുമോ നോക്കിയേ നിങ്ങള്. ഒരു 7 മിനിറ്റോളം തരാം ഞാൻ. ഒന്ന് വരയ്ക്കാൻ പറ്റുമോ നോക്കൂ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് തരാം. ഒന്ന് വരച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്താമോ ഈ പറഞ്ഞ കാര്യങ്ങൾ? എത്ര പേർക്ക് ട്രൈ ചെയ്യാം? ട്രൈ ചെയ്ത് നോക്കാം മാം. ഓക്കെ ആവുമെന്നറിയില്ല. ജ്യോതി ഓക്കെയാണോ? ട്രൈ ചെയ്യാമോ? 10 ട്രൈ മിനിറ്റ് ചെയ്യാം തരാം. ട്രൈ ചെയ്യാം. ഓക്കെ, 10 മിനിറ്റ് തരാം കേട്ടോ. ഒരു 10 മിനിറ്റ് തരാം. അതിനുള്ളില് ഒന്ന് ജസ്റ്റ് പെൻസിലും ഒരു പേപ്പറും എടുത്തിട്ട് ഒന്ന് ഡ്രോ ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് അടയാളപ്പെടുത്തി വെക്കും. എവിടേക്കാണ് അത് വരുന്നതെന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. 10 മിനിറ്റ് കേട്ടോ. വരച്ചു കഴിഞ്ഞാലും പറയാ. ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു സംഭവം ആയതുകൊണ്ടാണ് പറയുന്നത്.
ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കാണിക്കണം കേട്ടോ. എനിക്കൊന്ന് കാണണം നിങ്ങൾ വരച്ചത്. ആ ആ കണ്ടു കണ്ടു. ആ ആ അടിപൊളി. എല്ലാം പോയിന്റ് ചെയ്തിട്ടുണ്ടല്ലേ? കാണുന്നുണ്ടാ? ആ കാണുന്നുണ്ട് കാണുന്നുണ്ട്. എല്ലാരും കാണുന്നുണ്ടോ? ആ ഇത് ക്യൂട്ട് ആയിട്ടുള്ള ആനക്കുട്ടി നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട് അല്ലേ? ഓക്കെ. ജസ്റ്റിന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. താങ്ക് യു. അപ്പൊ ഇനി മറക്കില്ല നിങ്ങള് പാർട്സ് മറക്കും ഇനി ഒരു പ്രാവശ്യം വരച്ചു കഴിഞ്ഞാല്? ജസ്റ്റിനെ മറക്കും ഇനി പാർട്സ് മറക്കോ? മറക്കൂല. ഓക്കെ. കഴിയുന്നവര് കാണിക്കുക കേട്ടോ.
മാം മുബീന. ഓക്കെ ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. എല്ലാരും പോയിന്റ് ചെയ്തല്ലോ അല്ലേ? മാം ശരണ്യ. ആണോ? ക്ലിയർ അല്ല, ഏകദേശം കാണാം. ഓക്കെ ഓക്കെ. അത് എനിക്കൊന്ന് നേരെ പിടിക്കാമോ? തിരിച്ചാണോ പിടിച്ചിരിക്കുന്നത്? കാണാം കാണാം കാണാം. നൈസ്. മാം ഓക്കെ, കണ്ടു കേട്ടോ അനിസിയ, കണ്ടു. കാണാം കാണുന്നുണ്ട്. ഒരു പശുവിന്റെ ലുക്കിൽ ആനയാണ്. പശുവിന്റെ ലുക്കൊന്നുമില്ല, ആനക്കുട്ടി തന്നെയാണ്. എല്ലാവരും ആനക്കുട്ടിയെ വരച്ചേക്കുന്നത്. ഭാവന കൊമ്പനാനെ വരച്ചിട്ടുണ്ടല്ലേ? കൊമ്പൻ. ഓക്കെ മാം, ഞാൻ അല്ലാതെ കുറച്ച് മൃഗങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് കാണിക്കട്ടെ? കാണിച്ചോളൂ. അടിപൊളിയാണല്ലോ. എന്ത് ക്യൂട്ടായിട്ടിരിക്കുന്നു. കങ്കാരു. കുതിരയല്ലേ ഇത്? ആനിമൽസ് ആൻഡ് ബേബീസ് അങ്ങനെ വരച്ചത്. ഓക്കെ അടിപൊളി. ജ്യോതി ഉദയ. ഓക്കെ. ഇതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ PDF-ലുള്ള ആന അതേപോലെ തന്നെ ആയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാ തോന്നിയേ. താങ്ക് യു മാം. ഓക്കെ അപ്പൊ എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ സമ്മതിച്ചിരിക്കുന്നു നിങ്ങളെ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കോഴ്സ് വന്ന ശേഷം പഠിച്ചതാണ് ഇങ്ങനെയൊക്കെ? അറിയാവുന്നതാണോ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് കേട്ടോ. പെൻസിൽ ഡ്രോയിങ് ചെയ്യാറുണ്ടോ മാം? പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു. ഓക്കെ എന്നാലും വരച്ചല്ലോ നന്നായിട്ട്. ഓക്കെ നിതൻ, നമുക്കിനിയപ്പോ എല്ലാവരും കാണിച്ചോ? എല്ലാവരും കാണിച്ചെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് നോക്കാം, പാർട്സ് ഓഫ് എ ബേർഡ്. ഇതേപോലെ തന്നെ നമ്മള് ബേർഡിന്റെ പാർട്സ് ആണ് ഞാൻ അടുത്തത് നോക്കുന്നത് കേട്ടോ. ഓക്കെ, സ്പാരോ ആണ്. സ്പാരോ, വിങ്സ്, ടെയില്, ഫീറ്റ്, ബീക്ക് എന്നാണ് കേട്ടോ. ബീക്ക് എന്നാണ്, ബ്രേക്ക് എന്നല്ല, ബീക്ക്. ദെൻ ബ്രസ്റ്റ്, ഹെഡ്. ഇതാണ് ഇതിന്റെ പാർട്സ് ആയിട്ട് വരുന്നത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാ വരിക, എവിടെയൊക്കെ ഏതുള്ളേ ഒന്ന് പറയാമോ? നസീമ. കാണുന്നുണ്ട്. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ വിങ്സ്, അതിന്റെ ചിറകുകൾ കേട്ടോ. അതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ ചിറകാണ് അല്ലെ? അപ്പോ വിങ്സ്. ദെൻ ടെയില് വാല്, അതിന്റെ താഴ്ഭാഗത്തായിട്ട് കാണപ്പെടുന്ന കേട്ടോ. അത് ഞാൻ എന്റെ മൗസ് പോയിന്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഫീറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കാലിന്റെ സൈഡ്. കാലിന്റെ നിങ്ങൾക്കറിയാല്ലേ ബേർഡ്സിന്റെ കാലെങ്ങനെ ഇരിക്കുന്നതെന്ന്, ഇതിനെയാ ഫീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ബീക്ക്, അതിന്റെ നീളം, കൂർത്ത ചുണ്ടുകള്. ബീക്ക്, എല്ലാ ബേർഡ്സും കൂർത്ത ചുണ്ടുകളാണ് ഉണ്ടാവുക. ദെൻ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടൽ ഭാഗം, അതിന്റെ ബോഡിയിൽ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഉടൽ ഭാഗം. ദെൻ ഹെഡ്, അതിന്റെ തല. ഓക്കെ,
ക്ലിയർ ആണോ? ഇത് വരച്ചാൽ മാത്രമേ നമുക്ക് പോയിന്റ് ചെയ്താലേ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവൂ കേട്ടോ. അപ്പൊ വരയ്ക്കാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക. ഇപ്പൊ വരയ്ക്കണം എന്നില്ല, നിങ്ങൾ സമയം കിട്ടുമ്പോഴൊന്ന് വരച്ചിട്ടൊന്ന് പോയിന്റ് ഔട്ട് ചെയ്താൽ മതി എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് കേട്ടോ. എന്താണ് ഭാവന പറഞ്ഞത്? എന്താ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഭാവന? ഇല്ല മാം. ഇല്ല. ഓക്കെ. അടുത്ത പിക്ചർ എടുത്തോട്ടെ ഞാൻ? അടുത്ത പിക്ചർ എടുക്കാമല്ലോ. യെസ് മാം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഹൗസ് ഫ്ലൈ എക്സ്പ്ലെയിൻ ചെയ്യാമോ ജ്യോതി? ഇത് ഹൗസ് ഫ്ലൈ ആണ്. അതിന്റെ തലഭാഗം ഈ മുമ്പിൽ വരുന്ന പോർഷൻ ആണ് ഈ കണ്ണിന്റെ ബാക്ക് സൈഡ് വരുന്നത്. ആ തൊറാക്സ് പറയണത് ഇവിടെ ഈ ഭാഗമായിട്ട് നെക്കിന്റെ പോർഷൻ ആണ്. അതായത് ഹെഡ്, അതുപോലെ തന്നെ അതിന്റെ ബോഡി പാർട്ട് ഉണ്ടല്ലോ നടുക്കായിട്ട് വരുന്നത്. ഞാനിവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. തൊറാക്സ് നെക്കിന്റെ പോർഷൻ ആയിട്ട് വരും. ഓക്കെ. അബ്ഡോമിൻ പറയണ അതിന്റെ വയറിന്റെ അവിടെ വരുന്നത്. ഭാഗമാണ്. ആന്റിന പറയണത് അതിന്റെ മുമ്പിലുള്ള ഈ കൂർത്ത സാധനം രണ്ടെണ്ണം ഉണ്ടല്ലോ മുമ്പില്, അതാണ് ആന്റിന. പിന്നെ ലെഗ്സ് 4 ലെഗ്സ് ഉണ്ട്. പിന്നെ വിങ്സ് 2 വിങ്സ്. 4 ലെഗ്സ് അല്ല 6 ലെഗ്സ് ഉണ്ട്. 2 വിങ്സ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഹൗസ് ഫ്ലൈയുടെ പാർട്സ് ആണ് പറയുന്നത്. ഹെഡ് വരുന്നുണ്ട്, ദെൻ ത്രോക്സ് വരുന്നുണ്ട്, ദെൻ അബ്ഡോമൻ വരുന്നുണ്ട്, ആന്റന വരുന്നുണ്ട് കേട്ടോ. ഈ കൂർക്ക ഈ ഭാഗത്തിനെ പറയുന്നതാണ് ആന്റന. ഞാനിവിടെ പോയിന്റ് ചെയ്യുന്നുണ്ട്. ദെൻ ലെഗ്സ്, കാല് വരുന്നുണ്ട്, വിങ്സ്. ഇത്രയുമാണ് ഹൗസ് ഫ്ലൈയുടെ ബോഡി പാർട്സ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് അടുത്തത് സ്നെയിലിന്റെ നോക്കാം. നമ്മുടെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്നേ. അപ്പൊ അതിന്റെ ബോഡി പാർട്സ് ശരിക്കും കണ്ടിട്ടുണ്ടോ? അതിനെ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടാരെങ്കിലും? ചില ഫുള്ള് കവേർഡ് ആയിട്ട് കാണുന്നുണ്ടാവാം. കണ്ടിട്ടുണ്ടോ അല്ലെ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് എന്താണ് സ്നെയിലിന്റെ പാർട്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഷെല്ലാണ്. എല്ലാവർക്കും അറിയാം ഷെൽ എന്ന് പറഞ്ഞാൽ. അതിവിടെ പോയിന്റ് ചെയ്യാം കേട്ടോ. ഷെൽ കണ്ടോ? ഇതാണ് ഷെല്ല്. ക്ലിയർ ആണോ? ഞാൻ പോയിന്റ് ചെയ്തിരിക്കുന്ന കാണുന്നുണ്ടോ? ദെൻ ടെന്റാക്കിൾസ് എന്ന് പറയും. ടെന്റാക്കിൾസ് എന്ന് പറഞ്ഞാൽ അതായത് ഈ കൂർത്തിരിക്കുന്ന കണ്ടോ? കൂർത്തിരിക്കുന്ന 4 ഭാഗങ്ങളുണ്ട് അവിടെ. 1, 2, 3 and 4. ഇത് ഫ്രണ്ട് ടെന്റാക്കിൾസ് ആണ്. ഇത് 2 ചെറുത് സ്മോൾ ആയിട്ടുള്ളതുണ്ട്. അത് ബാക്ക് ടെന്റാക്കിൾസ് ആണ്. അപ്പൊ ഇതിനെയാണ് ടെന്റാക്കിൾസ് എന്ന് പറയുക കേട്ടോ. ദെൻ എന്താണ് അതിന്റെ അടുത്തത് വരുന്നത് ഫൂട്ട് ആണ്. ഫൂട്ട് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് കേട്ടോ. ഈ ഭാഗം ഇതാണ് ഫൂട്ട് എന്ന് പറയുന്നത്. ഏറ്റവും താഴത്തായിട്ട് കാണപ്പെടുന്ന പോർഷൻ. ദെൻ അതിന്റെ ഐസ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഐസ് എവിടെയാ വരിക? ഈ ഭാഗത്തായിട്ടാണ് ഐസ് വരിക. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് എന്ത് നമ്മുടെ സ്നെയിലിന്റെ ബോഡി പാർട്സ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയാൽ നിങ്ങൾ. അപ്പൊ ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്നും കൂടി പറയണോ ഇനി? ഓക്കെ. ഇനി അടുത്തത് ഫിഷിന്റെ ആണ്. ഫിഷിന്റെ നിങ്ങൾ ഒരാൾ പറഞ്ഞു തന്നു. ജസ്ന എന്ന് പറഞ്ഞു ഫിഷിന്റെ പാർട്സ്. ജസ്ന പുറത്താണോ? അല്ലല്ലോ. അല്ല, പുറത്തല്ല. ഫിഷിന്റെ പാർട്സ് എന്ന് പറയാമോ? ഫിഷിന്റെ ഹെഡ്, തലഭാഗം, പിന്നെ ഗിൽസ്, ചെതമ്പലാണോ? ഗിൽസ് ഇത് ഇവിടെയായിട്ട് കാണുന്നത്. ഞാൻ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ചെഗ്ല എന്ന് പറയണത്. ചെഗ്ല എന്ന് പറയണത്. ചെഗ്ല എന്നാ പറയാ. ഓക്കെ. ഗിൽസ്. പിന്നെ
പിന്നെ ടെയിൽ ഫിൻ എന്ന് പറയുന്നത് ഈ ടെയിൽ ഫിൻ എന്ന് പറയുന്നത് നോക്കിക്കോളൂ ദേ ഇവിടെ വാലിന്റെ അവിടുത്തെ അച്ചാർ ഇതുപോലെ ഇരിക്കുന്നത്. ഇതാണ് ആ ആ വാൽഭാഗം. ടെയിൽ ഫിൻ എന്ന് പറയുന്നത് വാൽഭാഗമാണ് കേട്ടോ അതിന്റെ. ഓക്കെ. ആ ആ പിന്നെ ഡോർസൽ ഫിൻ എനിക്ക് അറിയൂല. ഡ്രോസൽ ഫിൻ എന്ന് പറഞ്ഞത് ഇതാണ്. ഞാൻ പോയിന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ആ ഇതിങ്ങനെ ആ കാണിച്ചു കാണുന്നുണ്ട് തരാനേ കാണുന്നുണ്ട്. പറ്റുള്ളൂ. ഇതാണ് ഡ്രോസൽ ഫിൻ. ഓക്കെ. ആ പിന്നെ അടുത്തത് പെക്ടോറിയൽ ഫിൻ. പെക്ടോറിയൽ ഫിൻ എന്ന് പറഞ്ഞത് ഈ സംഭവം കണ്ടോ? ആ നമ്മൾ ആ ആ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് പ്രത്യേകം നമ്മൾ എടുത്ത് കളയാറുണ്ട് അല്ലെ? ഈ ഭാഗം നമ്മൾ കാണും ക്ലീൻ ചെയ്യും, പക്ഷെ ഈ ഭാഗം കുറച്ച് ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ നമ്മുടെ മിസ്സായി പോകും. അപ്പൊ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മള് പെക്ടോറിയൽ ഫിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. വെൻട്രൽ ഫിൻ. വെൻട്രൽ ഫിൻ എന്ന് പറഞ്ഞത് ഇതാ ഈ ഭാഗത്ത് കാണുന്നത് വെൻട്രൽ ഫിൻ. ഓക്കെ. വെൻട്രൽ ഫിൻ ഇതാണ്. Then last one anal fin. Anal fin ഇതാ ഈ ഭാഗത്ത് കാണുന്നത്. ഒന്ന് വരച്ചേ നിങ്ങള്. ഇത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ഒന്ന് വരച്ചിട്ടൊന്ന് പോയിന്റ് ചെയ്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് മറന്നു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. അധികം സമയം വേണോ? 5 മിനിറ്റ് മതിയാവില്ലേ? ഒന്ന് വരച്ചു നോക്ക് കേട്ടോ. സമയം എടുത്ത് വരച്ചോളൂ, കുഴപ്പമില്ല. ഇത് കുറച്ച് പോർഷൻ വരുന്നോണ്ടാണ് അത് മാർക്ക് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഡ്രോ ചെയ്തിട്ട് അടയാളപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. വരച്ചു കഴിഞ്ഞെങ്കിലൊന്ന് പറയാം കേട്ടോ.
ഒന്ന് കാണിക്കാം വരച്ചു കഴിഞ്ഞെങ്കില്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ അടിപൊളി. അടയാളപ്പെടുത്തിയിട്ടില്ല അല്ലെ? പോയിന്റ് ചെയ്തോ? ഇല്ല, പോയിന്റ് ചെയ്യട്ടെ. നന്നായിട്ടുണ്ട് കേട്ടോ. ഭാവന ഓക്കെ. നൈസ്, നന്നായിട്ടുണ്ട്. ഒന്ന് പോയിന്റ് ചെയ്യാട്ടോ. പോയിന്റ് ഒന്നുകൂടി പറഞ്ഞു തന്നെ ആർക്കെങ്കിലും ഞാൻ മനസ്സിലാവാത്തുണ്ടോ? മാം ഒന്നുകൂടെ പറയാവോ? ഒന്നുകൂടി പറയാം കേട്ടോ. ഞാൻ ഒന്നുകൂടി പറയാൻ പോവാണ്. ഞാൻ മൗസ് പോയിന്റ് ചെയ്യാം, എന്നിട്ട് പറഞ്ഞുതരാം. ഇതാണ് ഗിൽസ് കേട്ടോ. ഞാൻ ഇവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്, മൗസ് പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഗിൽസ് ഓക്കെ മാം. ഓക്കെ. ദെൻ ടെയിൽ ഫിൻ എന്ന് പറഞ്ഞാൽ അതായത് ഈ വാൽഭാഗം, ടെയിൽ ഫിൻ. ടെയിൽ ഫിൻ. ദെൻ ഫിഫ്ത്ത് വൺ ഡ്രോസൽ ഫിൻ ആണ്. ഡ്രോസൽ ഫിൻ ഈ ഭാഗമായിട്ട് വരും കേട്ടോ. ഡ്രോസൽ ഇവിടെ ആയിട്ട് പോയിന്റ് ചെയ്യാം. ഡ്രോസൽ ഫിൻ. ഒന്നുകൂടെ കാണിക്കാവോ? എന്താണ് ഇപ്പൊ പറഞ്ഞത്? ഒന്നുകൂടെ എവിടെയാ ഒന്ന് പറയാവോ? ഈ ഭാഗം കാണുന്നില്ലേ? നോക്കി. കണ്ടു. ഡ്രോസൽ ഫിൻ ആണ് കേട്ടോ. അടുത്ത പറയാൻ പോവാണ്. അടുത്തത് പെക്ടോറിയൽ ഫിൻ. ഇത് ഈ ഭാഗത്തായിട്ട് വരും. ഞാൻ ഇവിടെ പോയിന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെക്ടോറിയൽ ഫിൻ. അടുത്തത് വെൻട്രൽ ഫിൻ ആണ്. വെൻട്രൽ ഫിൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് വരിക. വെൻട്രൽ ഫിൻ ഈ ഭാഗത്തായിട്ട് വരും. വെൻട്രൽ ഫിൻ. ദെൻ അനൽ ഫിൻ. വെൻട്രൽ ഏതാ? അതെന്താ അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴേ. താഴത്തെയാണോ? താഴത്തെ ഇവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇവിടെ ആയിട്ട് നമ്മള് എന്താ പറഞ്ഞ അനൽ ഫിൻ. അത് ഇവിടെ ആയിട്ടാണ് വരിക. അനൽ ഫിൻ. ഓക്കെ. എന്താടാ? കഴിഞ്ഞോ? അടുത്തത് പറഞ്ഞോട്ടെ എന്നാ. ഓക്കെ. അടുത്തത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ് ഹ്യൂമൻ ബോഡി. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ? ഹ്യൂമൻ ബോഡി പാർട്സ് ആണ്. ഒരു ബോയുടെ ബോഡി പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഹെഡ് വരുന്നുണ്ട്, അറിയാം, ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാൻ പ്രത്യേകം പോയിന്റ് ചെയ്യേണ്ട കാര്യമില്ല. നെക്ക് വരുന്നുണ്ട്, ഹാൻഡ്സ്, ഫിംഗേഴ്സ്, ലെഗ്, ഫീറ്റ്, സ്റ്റൊമക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ ബോഡി പാർട്സ് ഇതായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ക്രോക്കഡൈൽ ആണ്. ക്രോക്കഡൈലിന്റെ പാർട്സ് ആണ് നോക്കുന്നേ. അതിനകത്ത് ഹെഡ് ഉണ്ടോ? ഈ ഭാഗം ഹെഡ് ആണ്. ഓക്കെ. ദെൻ അടുത്തത് ടെയില്. അതിന്റെ ഈ ഭാഗത്ത് കാണുന്നത് കേട്ടോ. ടെയില് വാൽഭാഗം എന്ന് പറയും നമ്മള്. ടെയില്. ദെൻ അടുത്തത് ബോഡി, അതിന്റെ ഫുൾ ബോഡി. ദെൻ അതിന്റെ ടീത്ത്, പല്ല്. ദെൻ അതിന്റെ ഐസ്. ഓക്കെ. ദെൻ അതിന്റെ നോസ്ട്രിൽസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് കേട്ടോ. ഇതിപ്പോ വാ തുറന്ന് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ശരിക്കും അത് ഇതാക്കാൻ പറ്റില്ല. നമ്മൾ അടഞ്ഞു കിടക്കുന്നത്, ഇത് മുതലേ നമ്മൾ ഇങ്ങനെ വായ അടച്ചു കിടക്കുവാണെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്തിരി കണ്ടോ, ഒരു പൊന്തിച്ച പോലെ കാണാം, ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം.
ആ ഭാഗത്തിനാണ് നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. ടി ഭാഗമാണ് നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് പറ്റാമെങ്കിൽ ഇത് ഇത്ര ഒന്നില്ലെങ്കിൽ പിക്ചർ നിങ്ങൾ വരയ്ക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. വരയ്ക്കാൻ ശ്രമിച്ചിട്ട് അടയാളപ്പെടുത്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. നമുക്ക് കൂടുതൽ ഫെമിലിയർ ആവും അപ്പൊ അത്. നെക്സ്റ്റ് എന്താ ഭാവന? ചെവിയില്ലേ മാം? എന്താണ് ചെവിയില്ലേന്ന്? ഇതിന് ചെവി ഉണ്ടോ? ചെവി ഉണ്ടോ മുതലേക്ക്? ചെവി ഉണ്ട്, ചെവി ഉണ്ട്. ചെവി ഏത് ഭാഗമാണെന്ന് കാണുന്നില്ല ഇവിടെ പക്ഷെ. അല്ല ഇതില് എഴുതിയിട്ടില്ല. ആ അതാണ്. ഓക്കെ. അപ്പൊ ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യാ? ഒന്ന് പോയിന്റ് ചെയ്യാ. ദെൻ ഫ്രോഗിന്റെ ആണ് കേട്ടോ അടുത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രോഗിന്റെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഹെഡ്, അതിന്റെ തലഭാഗം, പിന്നെ ഐ കൊടുത്തിട്ടുണ്ട്, പിന്നെ ട്രങ്ക്. ട്രങ്ക് ഇതാണ് കേട്ടോ, ഞാൻ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ കണ്ടോ? ഇവിടെ കുമിളകൾ പോലെ ഉണ്ടാകും ഇങ്ങനെ കുറെ ഇങ്ങനെ ബബിൾസ് പോലെ കാണപ്പെടും നമുക്ക് തവള. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ബബിൾസ്? കണ്ടിട്ടുണ്ടോ? കുഞ്ഞു കുഞ്ഞു ബബിൾസ് കാണാം തവളുടെ മേൽഭാഗത്തായിട്ട്. അപ്പൊ അതിനെ ട്രങ്ക് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ദെൻ ഫോർ ലിംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുൻകാലുകള്, മുൻവശത്തുള്ള ചെറിയ കാലുകൾ, ഫോർ ലിംസ്. ദെൻ ഹിൻഡ് ലിംസ് എന്ന് പറഞ്ഞാല് അതിന്റെ ബാക്ക് വശത്തായിട്ടുള്ള കാലുകൾ, ഈ കാലുകളാണ് ഹിൻഡ് ലിംസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഫോർ ലിംസും ഉണ്ട്, ഹിൻഡ് ലിംസും ഉണ്ട്. ഓക്കെ, ഇതാണ് തവളയുടെ പാർട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രോഗിന്റെ പാർട്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോ ഇത്രയുമാണ് ഇന്ന് നമ്മൾ എടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്ന് തോന്നുന്നു നമ്മുടെ ക്ലാസ്സുകള്. അപ്പോ ഇതിപ്പോ 200 പേജ് നമ്പർ 200 ആണ്. 200 തുടങ്ങി ഒരു 2 വരുന്നത് 242 വരെ ഒന്ന് അടുത്ത ക്ലാസ്സിൽ 42 പേജസ് ഉണ്ട്. 42 പേജസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിനകത്ത് കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, കോണ്ടിനെന്റ്സ്, കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, മാപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചിട്ട് നന്നായിട്ട് വായിച്ചിട്ട് വരിക. നിങ്ങളെ കൊണ്ടായിരിക്കും ഞാൻ ക്ലാസ് എടുപ്പിക്കുന്നത് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണം എന്നുള്ളൊരു ഡ്യൂട്ടി എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രിപ്പയർ ചെയ്തു വരിക. പറഞ്ഞത് കേട്ടോ? എല്ലാരും പറഞ്ഞത് കേട്ടോ? അപ്പൊ ഞാൻ എന്താണ് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ 42 പേജസ് ഉണ്ട്, അതിനകത്ത് ഏത് ഭാഗവും ഞാൻ നിങ്ങളോട് ചോദിക്കാം. അപ്പോ അതിനനുസരിച്ചിട്ട് നിങ്ങളത് പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കുക. ജസ്റ്റ് അതൊന്ന് അവതരിപ്പിക്കുക. ഞാനിപ്പോ എങ്ങനെയാണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അതുപോലെ തന്നെ ഒരു സെമിനാറൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ക്ലാസ് എടുക്കുന്നത് പോലെ ഒന്ന് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതോടുകൂടി നമുക്ക് ഈ ഒരു ക്ലാസ് നമ്മുടെ ഈ ഒരു ചാപ്റ്റേഴ്സ് എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾക്കത് വൈൻഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പറഞ്ഞത് കേട്ടോ? മനസ്സിലായല്ലോ? ഇനി ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? 42 പേജസ് ഉണ്ട്, എല്ലാവരും നോക്കിയിട്ട് വരിക കേട്ടോ. ഓക്കെ, എല്ലാം നോക്കിയിട്ട് വരിക, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വരണം കേട്ടോ. ഏറ്റവും നന്നായിട്ട് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ പറ്റാന്നും കൂടി ഒന്ന് നോക്കുക. അപ്പൊ മാപ്പിന്റെ ഒക്കെ കേസ് അവിടെ വരുന്നുണ്ട്, കുറെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാം എന്നത് കൂടി നോക്കുക. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഡിഫറെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് എല്ലാം ഒന്ന് വരച്ചു കാണിക്കട്ടെ. ഏതാണ് കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. വേഗം വെറുതെ വരച്ചതാ. പക്ഷെ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് നാളെ കാണാം. നാളെ നാളെ കാണാം. ഗുഡ് നൈറ്റ്. നാളെ കാണാം. ഗുഡ് നൈറ്റ് കേട്ടോ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. Thank you, ma'am. Good night, ma'am. Good night, ma'am. Bye, good night.